ഉപാസകൻ ശ്രീ അംബികാസുധൻ മാങ്ങാടിന്റെ ചിന്നമുണ്ടി എന്ന കഥയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അസാധാരണമായ നെല്ലിനമായ പയനാടൻ നെല്ലന്വേഷിച്ച് നിരന്തരമായി പയനാടൻ ചാലിലൂടെ യാത്ര ചെയ്യുന്ന കഥാകൃത്തിനെ കൂടാതെ അദ്ദേഹത്തിന്റെ ശിഷ്യനും മറ്റൊരു പരിസ്ഥിതി സ്നേഹിയും കൂടിയായ പ്രവീൺ, ആനിമൽ സയൻസിൽ PhD ചെയ്യുന്ന വിനായകൻ എന്ന ദളിത് യുവാവും ചിന്നമുണ്ടി എന്ന വെള്ളപ്പൊക്കമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. പയനാടൻ ചാലിൽ വെച്ച് കണ്ടുമുട്ടുന്ന വെള്ളപ്പൊക്കന് കഥാകൃത്തിനോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടായതിലൂടെയാണ് കഥയുടെ പിറവി. മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ നാട്ടിനുടമകളായ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുന്നു. ഇവിടെ അധിനിവേശ സസ്യങ്ങളും ജീവജാലങ്ങളും പെറ്റുപെരുകുന്നു. ഇത് നമ്മുടെ സ്വാഭാവിക പ്രകൃതിയുടെ ജൈവവൈവിധ്യത്തെ നശിപ്പിക്കുന്നു. ഇത് കഥാകൃത്തിനെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു. അധിനിവേശ സസ്യമായ കുളവാഴയും ജീവിയായ ആഫ്രിക്കൻ ഒച്ചും നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ദോഷമുണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ പൊട്ടൻതെയ്യത്തെ കുറിച്ച് കഥാകൃത്ത് പറയുന്നുണ്ട്. സർവജ്ഞ പീഠം കയറിയ ശങ്കരാചാര്യന് മുട്ടുകുത്തിച്ച പൊട്ടൻതെയ്യത്തെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി സ്നേഹിയായ വിനായകന്റെ പ്രണയവും തുടർന്നുള്ള കൊലപാതകവും ഭൂമാഫിയെ കുറിച്ചും എല്ലാം കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പയനാടൻ നെല്ലിനെ കുറിച്ച്. വളരെയധികം പ്രതിരോധ ശേഷിയുള്ള ഒരു നെല്ലാണ് പയനാടൻ നെല്ല്. സാധാരണ നെല്ല് 3 മാസത്തിൽ കൊയ്യാമെങ്കിൽ ഈ നെല്ല് 10 മാസമായാലേ കൊയ്യാൻ പാകമാവുകയുള്ളൂ. സാധാരണ നെല്ല് വെള്ളം കയറിയാൽ ചീഞ്ഞു പോകും. എന്നാൽ പയനാടൻ നെല്ല് വെള്ളം കയറുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കും. 10 മുതൽ 12 അടി ഉയരത്തിൽ വരെ പയനാടൻ നെല്ലിന് വളരുവാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പുലയുള്ളതിനാൽ ഈ നെല്ലിന് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ഈ കഥയിൽ കഥാകൃത്തിന്റെ ഭാവനയിൽ പയനാടൻ നെല്ല് കിട്ടുന്ന ഭാഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തുകയും ചെയ്തു. നിരന്തരമായി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യരുടെ ജീവിതവും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിലും സംഭവങ്ങളിലും കഥാകൃത്തിന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും വിഷമം ഉണ്ടാകണം. നമ്മൾ കുട്ടികൾ പ്രകൃതിയെ അറിഞ്ഞും സ്നേഹിച്ചും വളരണം. നമ്മൾ കാരണം പ്രകൃതിക്ക് ഒരു ദോഷവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.